അതിമനോഹരമായ മോഡലിൽ മഞ്ചേരിയിൽ ചെയ്ത ഒരു താണ്ടുസ്റ്റോൺ ചെയ്ത ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വിരിച്ച് പേൾ ഗ്രാസ് ഒക്കെ വിരിച്ച് ചെയ്തൊരു വർക്ക് നമുക്ക് നമ്മുടെ ആവശ്യപ്പെട്ടത് നോർമലി ലെവലിൽ എല്ലാ ഭാഗത്തും പുല്ല് വെച്ച് ചെയ്യാനായിരുന്നു. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച് കല്ലിന്റെ 4 ഭാഗത്തും നോർമൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാനായിരുന്നു. അങ്ങനെ അതിന്റെ പ്ലാനിങ്ങൾ മാറ്റി എൽ ഷേപ്പിൽ ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് പണിക്കൂലി കാര്യങ്ങളൊക്കെ ചെറിയ ഡിഫറൻസുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിമനോഹരമായിട്ട് ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. പ്ലാന്റുകളും പേൾ ഗ്രാസിനിടയ്ക്ക്, അതായത് അവര് ഇൻഡസ്ട്രി മംഗളുടെ കവുങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനിടയ്ക്കായിട്ട് പേൾ ഗ്രാസ് ആണ് വെച്ചത് നമ്മള്. പേൾ ഗ്രാസിന്റെയും അതായത് 2 കവുങ്ങളുടെ ഇടയിലായിട്ട് ഓരോ ഫ്രൂട്ട്സിന്റെ പ്ലാന്റ് ഒരു സൈഡിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് വശം വേണ്ട, ഒന്നും വെക്കണ്ടെന്ന് പറഞ്ഞ് ചെറിയൊരു ഒതുക്കല്ല വീടാണ്, നല്ല ഭംഗിയുള്ള ഒരു വീട്. അപ്പൊ അതിനനുസരിച്ച് നമ്മള് നല്ല രൂപത്തിൽ താണ്ടുസ്റ്റോണിന്റെ 2x1.5 ചെയ്ത് കൊടുത്തു. 2x1.5 ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ഗ്രോയുടെ പ്രശ്നങ്ങൾ വരും, അതിന്റെ വക്കം മൂലയൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് വരാറുണ്ട്. നമ്മൾ എത്ര ജോയിൻ ആക്കിയാലും അത് കൃത്യമാവില്ല, കാരണം 2x2 ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ നമ്മുടെ വീടിന്റെ ഷേപ്പ്, മുറ്റത്തിന്റെ ഷേപ്പ് ഒക്കെ നോക്കുമ്പോൾ അവർക്ക് ഉചിതമായ കല്ല് ഏതാണോ അത് ചെയ്യാനാണ് ബെറ്റർ. അവരുടെ വീട്ടിലെ ഫ്രണ്ട് വശത്തും സൈഡ് വശത്തും ഒക്കെ കവുങ്ങൾ, ഇന്റർസിയുടെ കവുങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഡാർഫ് കവുങ്ങാണത്. അപ്പൊ അതിനിടയ്ക്ക് വെച്ചിട്ടാണ് നമ്മൾ ഒരു സൈഡിൽ കുറച്ച് ഫ്രൂട്ട്സിന്റെ പ്ലാന്റുകൾ പ്ലാന്റ് ചെയ്തു. അത് എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെറൈറ്റീസ് ആയിരുന്നു. അപ്പോൾ ഒക്കെ ബഡ് ചെയ്തതും അതിൽ 1-2 തൈകൾ, പ്രത്യേകിച്ച് മാംഗസ്റ്റീൻ, അതുപോലെ അബിയു, ആ പ്ലാന്റുകളൊന്നും നമ്മൾ എന്ത് ചെയ്തില്ല, ബഡ് ചെയ്തല്ല, സീഡായിരുന്നു. ബാക്കിയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തതും ബഡ് ചെയ്തോണ് വെച്ച്. അങ്ങനെയാണ് ഈ ഒരു വർക്ക് നമ്മൾ ഏറ്റെടുക്കുന്നത്. പറഞ്ഞ പോലെ മഞ്ചേരിയിലുള്ളൊരു സൈറ്റാണ്. ഈ സൈറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് താണ്ടുസ്റ്റോൺ 2x1.5 ആണ്. ഞാൻ പറയാറുണ്ട് എപ്പോഴും, താണ്ടുസ്റ്റോൺ 2x1.5 വെക്കുമ്പോൾ ആ നീളത്തിലുള്ള മുറ്റാവുന്നതുകൊണ്ടാണ് നമ്മൾ വെക്കുന്നത്. പക്ഷെ അവിടെ ഈ അതിന്റെ വക്കിൽ മൂലയിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില ഭാഗങ്ങളിൽ ചില കല്ലുകൾ കൂടുതലുണ്ടാവും, നമ്മൾ കട്ട് ചെയ്യേണ്ടതിൽ ഗ്രോയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കറക്റ്റായിട്ട് വരില്ല. എപ്പോഴും ഒരു സൈഡ് ഇച്ചിരി കൂടുതൽ, ഒരു സൈഡ് കുറവ്. അതായത് മെഷർമെന്റിൽ തന്നെ കല്ലുകളിൽ മാറ്റം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 58.5, 59 ഇങ്ങനെയൊക്കെ വരാറുണ്ട്. ഇവിടെ നമ്മൾ എൽ ഷേപ്പിലാണ് കല്ല് വിരിക്കുന്നത്. എൽ ഷേപ്പിൽ, റെക്ടാങ്കിൾ ഷേപ്പ് കല്ലാകൊണ്ട് തന്നെ എൽ ഷേപ്പിലാണ് ഇവിടെ വിരിക്കുന്നത്. അതിന്റെ സിംഗിൾ ലൈന് ഗ്രാസ് ആയിട്ടാണ്. ഈ മുറ്റും അതുപോലെ തന്നെയാണ്, എൽ ഷേപ്പിലുള്ള മുറ്റുമാണ്. പിന്നെ ഇതിന്റെ കുറച്ച് കയറ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ കോബിൾ വെക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സുകളും പേൾ ഗ്രാസും ഒക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ വിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള താണ്ടുസ്റ്റോൺ ഉണ്ട്. താണ്ടുസ്റ്റോൺ ചില സമയങ്ങളിൽ ഒരു പ്രോബ്ലംസ് ഉണ്ട് കല്ലിന്. കല്ല് ഷോർട്ട് ആവുന്ന സമയങ്ങളിൽ ചില കോറിയിൽ നിന്ന് വരുന്ന കല്ലുകൾക്കൊക്കെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ കറക്റ്റ് ഗ്രേ കളർ അല്ലായിരിക്കും വരിക. ചെറിയ ലൈറ്റ് ഗ്രേ വരും, അതിനകത്തൊരു ഗ്രീൻ കളർ വരും, ഒക്കെ മിക്സ് ആയിട്ട് ചില സമയത്ത് വരും. ചില സമയത്താണെങ്കിൽ ഇപ്പോൾ 2x2 ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഗ്രേ, ലൈറ്റ് ഗ്രേ, ഡാർക്ക് ഗ്രേ അങ്ങനെ ആയിട്ടാണ് വരിക. പക്ഷെ ചില സമയങ്ങളിൽ, അപൂർവം ചില സമയങ്ങളിൽ നമുക്ക് മഞ്ഞക്കല്ലല്ല, ഒരു ഗ്രീൻ കളറിലുള്ള ചെറിയൊരു ഗ്രീൻ കളർ ഷെയ്ഡായിട്ടുള്ള കല്ലുകൾ വരാറുണ്ട്. പക്ഷെ ഇത് ഈ സൈറ്റിലല്ല. പക്ഷെ ഇപ്പൊ പുതിയത് വന്ന 1-2 സൈറ്റുകളിൽ ആ കല്ലുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് താണ്ടുസ്റ്റോണിന്റെ നാച്ചുറൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒരിക്കലും കല്ല് സെക്കൻഡ് ഹാൻഡ് കല്ലോ അങ്ങനെയൊന്നും അല്ല. ഞാൻ പറയാറുണ്ട്, മഞ്ഞക്കല്ല് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വില കുറഞ്ഞ കല്ലാണ്. ചെറിയൊരു മാറ്റങ്ങൾ വരും അതിനകത്ത്. ഒരു സ്ക്വയർ ഫീറ്റിനകത്ത് 2 രൂപ അങ്ങനെയൊക്കെ കുറവ് വരാറുണ്ട്. കല്ലുകളൊക്കെ വിരിച്ചു. എൻട്രിയിലാണ് കോബിൾ വരുന്നത്. ഒരു 160 സ്ക്വയർ ഫീറ്റോളം കോബിളാണ്, താണ്ടൂരിന്റെ കോബിളാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. അത് നമ്മൾ കോൺക്രീറ്റിലാണ്, അറിയാമല്ലോ. അപ്പൊ നമ്മൾ കോൺക്രീറ്റിൽ കോബിളൊക്കെ വിരിച്ച് നമ്മൾ പേൾ ഗ്രാസ് ഒക്കെ വിരിച്ച്, അതോടൊപ്പം തന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വിരിച്ച് മനോഹരമാക്കിയ മുറ്റത്തിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനാണിത്. കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. വീടിന്റെ 2 വശത്തും എൽ ഷേപ്പിൽ തന്നെ നമ്മുടെ കല്ല് വിരിച്ച പോലെ തന്നെ അവര് ഇന്റർസി മംഗളയുടെ കവുങ്ങ് വെച്ചിട്ടുണ്ട്. 3ാമത്തെ വർഷമാണെന്ന് പറഞ്ഞു, കായ്ച്ചിട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മനോഹരമായ ഒരു വീടാണ്. കൊച്ചു വീടാണെങ്കിലും വളരെ മനോഹരമായ വീടാണ്. അതുപോലെ കാർ പോർച്ചിന്റെയും കാര്യങ്ങളുടെ ഒക്കെ വർക്ക് കഴിഞ്ഞു. ഇച്ചിരി ഭാഗം നമ്മൾ ബാക്കിലോട്ടും പണിയെടുത്തിട്ടുണ്ട്. ബാക്കിലോട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മളൊരു പാത്ത് വേ ആയിട്ട് അവൻ്റെ അടുത്ത് കല്ല് കുറച്ച് സ്റ്റോക്ക് ബാക്കി വന്ന ബാലൻസ് വന്ന കല്ലുകൊണ്ട് ഒരു പാത്ത് വേ ഉണ്ടാക്കി. ഒരു സൈഡ് ഭാഗം ചെയ്തിട്ടില്ല. പിന്നെ ബാക്ക് സൈഡിൽ ഇച്ചിരി ഭാഗം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലാന്ററി ബോക്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു ഫ്രണ്ടിൽ, അതൊക്കെ ഒഴിവാക്കി. അപ്പൊ എൻട്രിയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ അവർക്കൊരു സംശയം, നമ്മൾ കോബിള് ഈ ജോയിൻ ആവുന്ന ഈ ഭാഗത്ത് സഡാൻ വണ്ടികളൊക്കെ തട്ടുമോ, സഡാൻ കാറുകളൊക്കെ അടിഭാഗം തട്ടുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് മുൻപ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ അതിനുശേഷം ഞങ്ങൾ നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെ മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് തിരുത്തുകയും ചെയ്യാറുണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോസുകൾ, പുതിയ വർക്കിന്റെ ഒക്കെ വീഡിയോസുകൾ വരാനുണ്ട്. നമ്മൾ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ സൈറ്റുകളിൽ. മനോഹരമായ ലാൻഡ്സ്കേപ്പോടുകൂടിയുള്ള സ്റ്റോൺ വർക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പുതിയ വീഡിയോകളൊക്കെ വരുമ്പോൾ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കല്ല് വിരിക്കേണ്ട വീട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ, നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു. പിന്നെ പെർഫെക്ഷൻ ഇല്ലാത്ത 1-2 സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. നമ്മൾ 1-2 വർക്കുകളിൽ ചെറിയൊരു പണികളൊക്കെ തന്നു എനിക്ക്.
അപ്പോൾ അത് ദുഃഖപൂർവ്വം അറിയിക്കുകയാണ്. അപ്പോൾ അവരെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അവര് സൈറ്റിൽ നമ്മൾ കൊടുക്കുന്ന മെഷർമെന്റ് കാര്യങ്ങളൊക്കെ തെറ്റിച്ച് പല്ല് വെട്ടുക അറിഞ്ഞുകൊണ്ട് അവർക്കൊരു പ്രത്യേകതരം രോഗം. എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. നമ്മളെ ക്ലയന്റിന് പ്രധാനപ്പെട്ട 1-2 സൈറ്റുകളിൽ കുറച്ച് വിഷയങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അവരെ പറഞ്ഞു വിട്ടു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊന്നും ഇനി നമ്മുടെ കൂടെ ജോലി ചെയ്യാൻ ഉണ്ടാവില്ല. മലയാളികളാണെങ്കിലും ഹിന്ദിക്കാരാണെങ്കിലും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാം. അവർക്ക് മാന്യമായിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആളുകൾക്ക് അറിയാം ഞാൻ ആരാണ് ഉദ്ദേശിച്ചതെന്ന്. ഈ വർക്ക് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 2-3 സൈറ്റിൽ അവർ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ലാസ്റ്റ് ടൈമിൽ, അതായത് അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം വർക്കിന് വേണ്ടി എടുക്കുന്നുള്ളതാണ്. ഒരുപാട് സമയം അവർ സ്പെൻഡ് ചെയ്യാണ് പണിക്ക് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഒരു 15 ഡേയ്സിൻ്റെ പണി പറഞ്ഞാൽ 1 മാസമാക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് ലോസസ് ഉണ്ടാവും. അത് ക്ലയന്റിനോട് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു വാങ്ങിയതല്ലോ എന്നൊക്കെ പറയില്ല. അപ്പം അങ്ങനെ എന്നെ തകർക്കുന്ന പരിപാടി ആരുടെ അടുത്തുനിന്ന് എന്തൊക്കെ വാങ്ങിച്ച് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തപ്പോൾ പതിയെ ഞാൻ അവരെ ഒഴിവാക്കി. ഒന്നുമല്ല കേട്ടോ, ഒഴിവാക്കി. ഓക്കെ, താങ്ക് യു.